സിറജി അയാളാണ് ഇത് അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടോ. അത് ഈ മതനുണ്ട്. എന്ത് ഈ അച്ചടിക്കാൻ പൈസ കൊടുത്തത് ബിനഫഖത്തി എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് പൈസ കൊടുത്തത്. ഇതിന്റെ മുകളിൽ ഇത് പ്രസിദ്ധീകരിച്ചതും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയാണ്. അത് ഇതിലുണ്ട്. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ കിതാബ് അച്ചടിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്താൽ പറയാം, ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ എനിക്ക് ആ ഇഹ്യയിൽ എന്തും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കുന്നതോ കുറ്റ്യാടി പബ്ലിക്കേഷൻസാ, എന്നാ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഗസാലി ഇമാം കണ്ട ഷാഫി സഖാഫിന്റെ CD ഇറക്കാണ് കുറ്റ്യാടി പബ്ലിക്കേഷൻസ്. ഞാൻ അതിന്റെ ചെയർമാനാന്ന് കൂട്ടിക്കോളി, ഉദാഹരണം. എന്നാ എനിക്ക് അയാളെ പ്രസംഗത്തിൽ വേറെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഒരു പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ഖ് അഹ്മദ് സത്യസന്ധനാണെന്നും മഹാനാണെന്നുമുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുടിയെക്കുറിച്ച് ഇതിലൊരക്ഷരം കൂട്ടിച്ചേർത്തില്ല എന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ തെളിവാണ്. നിങ്ങളെപ്പോലെ ദുന്യാവിന് വേണ്ടി നടക്കുന്ന ആളല്ല അദ്ദേഹം. ഇനിയോ ശരിക്ക് പറയണം, ചില കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും, ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ? ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയാം, എന്താ ഇത് അവിടെ മുടി ഉണ്ടായിരുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസ്റജി അവിടുത്തെ ഔഖാഫിന്റെ മന്ത്രിയല്ലോ, അയാളെ കാലത്ത് അവിടെ മുടി ഉണ്ടായിരുന്നില്ല എന്ന് സമർത്ഥിക്കാണ്ട് അയാളൊന്ന് പറയട്ടെ. എന്താ പറയുന്നത് ഞാൻ ആദ്യമൊക്കെ പറയാം. അവിടെ റബീഉൽ അവ്വൽ മാസത്തിൽ ചില മൗലവിമാർ പോയിനല്ലോ, അന്നേരം മുടി കണ്ടിട്ടില്ലേ? ഒരു റബീഉൽ അവ്വൽ മൗലൂദിന് വന്നവർക്കെല്ലാം ഇങ്ങനെ മുടി കാണിച്ചു കൊടുക്കണമെന്നുണ്ടോ? എന്നാ വാസ്തവത്തിൽ അവിടെ മുടി പ്രദർശിപ്പിക്കാറുള്ളത് റമളാൻ 23-ാം രാവാണ്. എല്ലാ കൊല്ലവും 23-ാം രാവ കാണിക്കുക. അപ്പൊ റമളാൻ 23-ന് കാണിക്കുന്ന മുടി റബീഉൽ അവ്വലിൽ പോയപ്പോ കണ്ടിട്ടില്ല. അതാ കാര്യമായ ഒരു തെളിവ്. അത് മഹാനായ മുഹമ്മദ് ഹസ്റജി മരിക്കുവോളം, വഫാത്താകുവോളം ഉണ്ടായിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സാക്ഷികൾ ആദർശേരി അംസക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ഒരു അല്ലാമ എന്ന് വിളിക്കാവുന്ന നിറഞ്ഞ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പോലെയുള്ള കാളാവ് സൈദലി മുസ്ലിയാരെ പോലെയുള്ള അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആലിമീങ്ങൾ തന്നെയുണ്ട്, പ്രവർത്തകരുണ്ട്. അവരൊക്കെ മുഹമ്മദ് ഹസ്റജി വഫാത്താകുന്നത് വരെ റബീഉൽ അവ്വലിലെ മൗലൂദുകളിൽ പങ്കെടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടും അവിടെയൊന്നും ഈ അഹമ്മദ് ഇപ്പൊ അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ചത് അല്ലാതെ ആ ഫാമിലിയിൽ മുടി പ്രദർശിപ്പിച്ചിട്ടില്ല. അപ്പൊ കേട്ടില്ലേ, ഇവര് മൗലിദിന് പോകുമ്പോ മുടി പ്രദർശിപ്പിക്കും. ഇവര് മൗലിദിന് പോകുന്ന സമയത്ത് ഞങ്ങൾ മുടി പ്രദർശിപ്പിക്കും എന്ന് അവര് പറഞ്ഞു. അവർക്ക് ഉദ്ദേശിച്ച സമയത്തല്ലേ അവര് പ്രദർശിപ്പിക്കുക. അപ്പൊ മുടി കാണാത്തതുകൊണ്ട് മുടി ഉണ്ടാവില്ല എന്ന് തീരുമാനം. സുബ്ഹാന ജല്ല ജല. ഇനിയിപ്പോ അഹമ്മദ് ഹസ്റജിക്ക് ഭാര്യ ഉണ്ടാവില്ല, കാരണം അവരെ ചിലർ കണ്ടിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ. അതെ, ഇനി എന്താ ഞാൻ പറയാ. ഞാൻ വിളിച്ചു, ഇന്നലെ ടെലിഫോൺ ചെയ്തു. ആരെ? അൽഹംദുലില്ലാ, ഉസ്താദ് അവരുടെ ബർക്കത്ത് അല്ലാഹു തആലത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് നമ്മളെ യൂസുഫ് അലി സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങളെ അബുദാബിയിൽ UAE-യിലെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇറക്കാൻ വിചാരിക്കുന്നത് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഉസ്താദിനോട് ചോദിക്കട്ടെ എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ ഉസ്താദിനോട് ചോദിക്കാതെ നിങ്ങളോട് പറയൂ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അത് നിങ്ങളെ കടലാസ് നിങ്ങൾ ശരിയാക്കുന്നത്, എന്റെ കടലാസ് ഞാൻ ശരിയാക്കണം, അതിനാ അദബ് എന്ന് പറയാം. അങ്ങനെ ഞാൻ ഉസ്താദിനോട് ഉസ്താദ് പറഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് പേര് കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നും എനിക്കറിയാം സുലൈമാൻ ഫറജിനെ, എനിക്ക് എത്രയോ കാലഘട്ടമായിട്ട് അറിയാം. അവിടുത്തെ വലിയൊരു പണ്ഡിതനാണ് സുലൈമാൻ. ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹസൻ ഹസ്റജി മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ മുഫ്തിയാണ്. ആ സുലൈമാൻ ഫറജിനെ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മുഹമ്മദ് ഹസൻ ഹസ്റജിയുടെ കാലത്ത് അവിടെ മുടി പ്രദർശിപ്പിക്കാറുണ്ടോ, ബറക്കത്തെടുക്കാറുണ്ടോ? ആ ശൈഖിന്റെ കാലത്ത് അതുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്ന മറുപടി കേട്ടോളി. السلام عليكم. عليكم السلام ورحمة الله وبركاته. كيف حالك سيدنا؟ الحمد لله، بارك الله فيك. أنا الأخ الشيخ عبد الرحمن الثقافي الهندي. أنا كنت ضيف مع الشيخ خليفة في السنة الماضية في رمضان. نعم، يا ألف مرحبا. التقينا الحمد لله. الحمد لله. متعارفين. الشيخ أنا من تلامذة الشيخ أبي بكر. هل كان الشعر موجود، شعر مبارك موجود في بيته أم لا؟ هذا هو الذي أنا أريد أن أعلم. يعني أنتم عايزين سند الشعر، عايزين السند اللي هي موجودة من أي لون ولا المطلوب؟ هذا الشعر شعر مبارك موجود في بيت الشيخ أحمد.